വിശേഷങ്ങൾ? നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഏറ്റവും അധികം ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യാൻ ബസ്സിൽ തന്നെയാണ്. മെട്രോ ഉണ്ടെങ്കിൽ പോലും ബസ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി. കാരണം ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ എപ്പോഴും ബസ് ഉണ്ടാവാറുണ്ട്. സെയിം ലൈക്ക് മെട്രോയും 5 മിനിറ്റ് ഗ്യാപ്പിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ മെട്രോ സ്റ്റേഷൻസ് നമുക്ക് ഈസിലി അവൈലബിൾ അല്ല അർമേനിയയിൽ. ബസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും പല നമ്പേഴ്സിലാണ് ബസ് ഇവിടെ അറിയപ്പെടുന്നത്. അതിലെല്ലാം തന്നെ ആ ബസ് എവിടെയൊക്കെ പോകാറുണ്ട് എന്നുള്ള ഒരു സ്റ്റിക്കറും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നോക്കാറ് യാൻഡെക്സ് മാപ്പിലാണ്. യാൻഡെക്സ് മാപ്പിൽ നമുക്ക് പോകാനുള്ള സ്ഥലം സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഏത് ബസ്സിലാണ് പോകാനുള്ളതെന്ന് അതിൽ കൃത്യമായി കാണിക്കാറുണ്ട്. ടാക്സിക്കാണ് പോകാനുള്ളതെങ്കിൽ ടാക്സിയുടെ റേറ്റും നമുക്ക് കാണിച്ചു തരാറുണ്ട്. മേനിയിലെ ഏറ്റവും അപ്ഡേറ്റഡ് ബസ്സിൻ്റെ കളറാണ് കേട്ടോ ഈ നീല. അത് കഴിഞ്ഞ് ഏറ്റവും പഴക്കം ചെന്നതിൻ്റെ കളറാണ് ഈ ഗ്രീൻ. ഈ ബസ് ഓടുന്നത് തന്നെ ഇലക്ട്രിക് ലൈൻസിൽ കണക്ട് ചെയ്തിട്ടാണ് ഓടുന്നത്. പക്ഷേ ഈ ബസ്സുകളിലെല്ലാം തന്നെ കണ്ടക്ടർ ഇല്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ക്യാഷ് നമ്മൾ പേ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു റെഡ് കളറിലുള്ള ആ ബോക്സിൽ നമ്മുടെ ATM കാർഡ് പോലത്തെ ഒരു കാർഡ് ഇവിടെ നിന്ന് കിട്ടും, പെൻസിൽ കാർഡ്. ആ കാർഡിൽ നമ്മൾ ക്യാഷ്